ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ നാമലക്കോട് പ്രിസർവ് ചെയ്യാൻ പോകുന്നത് ബട്ടർഫ്ലൈ ഫ്രെയിമിലാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങിയത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനുള്ള മോട്ടിവേഷൻ തന്നത് അതൊക്കെ തന്നെ നമ്മൾ ഒരു റെസിൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ എല്ലാ ഒരു സ്റ്റോറിയും നമുക്ക് ഈ ഒരു വീഡിയോക്കകത്തുണ്ട്. അപ്പം കണ്ടു നോക്കൂ. അതിൻ്റെ ഒരു തുടക്കം ഇവിടെ നിന്നായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് തന്ന ആൾ എൻ്റെ കസിനാണ്. അപ്പോൾ ഇത് എനിക്ക് ഈ വർക്ക് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 വർഷം മുന്നെയാണ് എനിക്ക് തന്നിരുന്നത് പോലും. അപ്പോൾ ആ ടൈമിലെന്ന് പറയുമ്പം എനിക്ക് എന്താ റെസിൻ വർക്ക് എന്താ അല്ലെങ്കിൽ റെസിൻ എന്താണ് എല്ലാവരും പ്രിസർവ് ചെയ്യുന്ന എടുക്കുന്നത് കണ്ടു. പക്ഷേ അതല്ലാതെ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും എടുക്കത്തെ ഒന്നുമില്ല. പക്ഷേ എനിക്ക് ചെയ്ത് നോക്കണമെന്ന് നല്ലൊരു ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളൊരു ടൈമോ കാര്യം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എന്നാലും എനിക്കൊന്ന് പഠിക്കണം അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം, ഒരു ജസ്റ്റ് ഒരു ബിസിനസ് എനിക്ക് തുടങ്ങണം അങ്ങനെ യാതൊരു പ്ലാനും ഇല്ലായിരുന്നു. പക്ഷേ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം എന്ന് എല്ലാവരും ബേബിയുടെ ഇത് അങ്ങനെയൊക്കെ പ്രിസർവ് ചെയ്യുന്ന ഒരിത് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഈ ഗാർലൻഡ് പ്രിസർവേഷൻ അങ്ങനെയുള്ള വേറെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എൻ്റെ കസിനെ കാണാൻ പോകുന്നതിൻ്റെ കസിനെ വീട്ടിൽ പോയ ടൈമിൽ ഇതെനിക്ക് അവിടെ ചേച്ചി അനിയത്തിയാണ് എൻ്റെ കസിൻസ്. അപ്പോൾ ഇതെനിക്ക് ഞാൻ അനിയത്തിയായിട്ടാണ് നല്ല കൂട്ട്. അപ്പോൾ അനിയത്തി എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരേ പ്രായമുണ്ട്, ഭയങ്കര വൈബാണ്. അപ്പോൾ ഞാൻ എന്തൊരു കാര്യമാണെങ്കിലും ഞാൻ അവളുടെ ആയിരിക്കും ആദ്യം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതെനിക്ക് പറഞ്ഞു എനിക്ക് ഒരു റെസിൻ വർക്ക് ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ റെസിൻ വർക്ക് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒരു ക്യാഷ്വൽ ടോക്ക് എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതിനെന്താ നീ ചെയ്ത് നോക്കും എന്ന് വെച്ചാൽ ഞാൻ എന്തൊരു കാര്യം പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ എന്നെ എപ്പോഴും എന്തൊരു കാര്യം ഞാൻ പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക, എന്നെ കുറേ കാര്യത്തിൽ എന്നെ ഹെൽപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു ആളാണ് എൻ്റെ കസിൻ. എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് നീ വർക്ക് ചെയ്യുക, അപ്പോൾ തുടങ്ങുക, അപ്പോൾ ഞാൻ ചേച്ചിയുടെ വർക്ക് മേടിച്ച് തരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഫസ്റ്റ് ഓർഡർ തന്നെ തരാം എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ അടുത്ത് അപ്പോൾ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ട് ഫസ്റ്റ് ഓർഡർ ഇയാൾ എന്നെ കൊടുക്കണേ എന്നുള്ള രീതിയിൽ അപ്പോൾ പറയുകയും ചെയ്തപ്പോൾ ചേച്ചി തരാമെന്നും പറഞ്ഞു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് ചേച്ചി എനിക്ക് എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിൽ തന്നു. അങ്ങനെ ഞാനിവിടെ കൊണ്ടുവച്ചു. ഞങ്ങൾ ഓരോ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമല്ലോ. നമ്മൾ തുടക്കം ആണെന്നാലും നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്താലും നമുക്ക് റെസിൻ വർക്ക് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും ടൈമില്ല, എന്നാലും കുത്തിയിരുന്ന് കിട്ടുന്ന ടൈമിലെല്ലാം പഠിക്കുന്നുണ്ട്. എനിക്ക് റെസിൻ വർക്ക് ചെയ്ത് നോക്കുന്നുണ്ടോ. അങ്ങനെ കുറേ മാസങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ നന്നായിട്ട് പഠിച്ചു എന്ന് തോന്നിയപ്പം തന്നെ എൻ്റെ കസിൻ എനിക്ക് വേറൊരു വർക്ക് തന്നിട്ട് എടുത്ത് പറഞ്ഞു അത് അവളുടെ സ്വന്തം വർക്കായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ. അപ്പം ഇതെനിക്ക് ബേബിയുടെ കുറച്ച് ഐറ്റംസ് ഉണ്ടെങ്കിൽ പ്രിസർവ് ചെയ്തതാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം അതാണ് പ്രിസർവ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രിസർവ് ചെയ്ത ടൈമിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷേ അതിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻറ്റിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ അത് ഭംഗിയായിരുന്നു എനിക്ക് തോന്നിയത്. ഞാൻ പഠിക്കുന്ന ടൈമും കൂടെ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓക്കെ ആടി, കുഴപ്പമൊന്നുമില്ല, പഠിക്കുന്നില്ലോളം ഓക്കെ വരും എന്നുള്ള രീതിയിൽ നല്ല മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു. ഒന്നും ആയിട്ടുള്ള തുടങ്ങിയിട്ടില്ല. അതായത് ഈ വർക്കല്ല, ഈ ബട്ടർഫ്ലൈയുടെ വർക്കല്ല. ആദ്യം പറഞ്ഞത് നിൻ്റെ ഇഷ്ടത്തിൽ ഏതെങ്കിലും റൗണ്ടിലോ ഏതെങ്കിലും ചെയ്ത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു നീ ഇപ്പോൾ ചെയ്യണ്ട, അത് ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഇപ്പം നീ ചെയ്യണ്ട, 2 ബേബിയും കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന്. ആ സമയത്ത് എനിക്ക് വിഷമമല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ പഠിക്കണമല്ലോ. പിന്നെ അതല്ല 2 ബേബിയുടെയും കൂടെ വരുമ്പോൾ നമുക്ക് അതൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1 വർഷത്തിന് മുന്നേ. അങ്ങനെ ബേബിയൊക്കെ ആയി കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പം 2025 എനിക്ക് ബേബിയൊക്കെ ആയി കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാ ഐറ്റംസും ആ ബേബിയുടെയും കൂടെ തന്നു. അങ്ങനെ ആ ഒരു ഗ്യാപ്പ് വന്നതാണ് നമ്മൾ റെസിനൊക്കെ എന്താണെന്ന് പഠിച്ചു. അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഒരു ഒരു നല്ല റെസിൻ ഫ്രെയിം നല്ല ക്ലാരിറ്റിയോടെ എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചിരുന്നു. അങ്ങനെ ആ ഇടയ്ക്ക് ഞാൻ 2-3 വർക്ക് ഞാൻ അല്ലാതെ ചെയ്തിരുന്നു. എൻ്റെ ബ്രദറിൻ്റെ ഗാർലൻഡ് പ്രിസർവേഷൻ ആയാലും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം ഞാനും അതായത് ഞാൻ പഠിക്കുന്നതും കൂടെ കൊണ്ട് സത്യം പറഞ്ഞാൽ ചെയ്തൊക്കെ വന്നപ്പോൾ അതായത് ഒറ്റയ്ക്ക് പഠിച്ചെടുത്തതാണ്. എല്ലാവരുടെയും ഒരു ഹെൽപ്പോ കാര്യമോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് എന്തെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂട്യൂബ് റെഫറൻസ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ആരെങ്കിലും പഠിച്ചെടുത്തിട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്നാലും പഠിച്ചു വന്നപ്പോൾ എനിക്കൊരു സന്തോഷമായിരുന്നു. അങ്ങനെ കുറേ ഒരു 2-3 മാസം മുന്നേ ഇതാണപ്പം നമുക്ക് എന്തുകൊണ്ട് അതൊരു പേജ് തുടങ്ങിക്കൂടെ, ഒരു ബിസിനസ്സായിട്ട് തുടങ്ങിക്കൂടെ എന്നുള്ളൊരു ഇതായിരുന്നു. അതെല്ലാം വന്നത് ആ ഒരു മോട്ടിവേഷനിൽ നിന്നായിരുന്നു. എൻ്റെ കസിൻ തന്നെ മോട്ടിവേറ്റ് ചെയ്തത്. അപ്പോൾ അതിനായിരുന്നു എല്ലാം തുടക്കം. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വർക്ക് അന്ന് തന്നതാണ്. പക്ഷേ അന്ന് തരുമ്പോൾ ഒരു മോഡലും ഇല്ല, നീ നിൻ്റെ ഇഷ്ടത്തിന് ചെയ്തോ എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ബേബി ആയപ്പോൾ ചേച്ചി തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നൊരു മോഡലാണിത്. ഞാൻ 2-3 വർക്ക് ചെയ്യുന്നതൊക്കെ കണ്ടതായിരുന്നു. ചേച്ചി എനിക്ക് നല്ലൊരു 8-ൻ്റെ വണ്ടി എന്നുള്ള രീതിയിൽ എടുത്തു. എനിക്ക് ബട്ടർഫ്ലൈ തന്നെ മതി. അപ്പം എന്താ പറയുക, 2 ബേബീസിനെ ഒരു ഫ്രെയിമിൽ തന്നെ മതി, 2 ഫ്രെയിമായിട്ട് വേണ്ട, എൻ്റെ 2 ചിറകുകൾ എന്നുള്ള രീതിയിൽ 2 പേരെ എനിക്ക് ഒരേപോലെ കാണണം. അപ്പോൾ ഒരു ഫ്രെയിമിൽ തന്നെ മതി എന്ന് ചേച്ചിയുടെ ആഗ്രഹം കൂടെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് അതായത് വർഷങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന് ചെയ്യുന്ന ഒരു വർക്കും കൂടെ. അതുപോലെ ലാവണ്ടർ തീം തന്നെ മതിയെന്നുമായിരുന്നു. പക്ഷേ ആദ്യം നമ്മൾ ചെയ്തു വന്നപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ അറിയാം, ആദ്യം നമ്മൾ ഡാർക്ക് ആയിപ്പോയി കുറച്ച്. അപ്പോൾ ചേച്ചി നമ്മളടുത്ത് പറഞ്ഞാൽ ഡാർക്ക് വേണ്ട, ലൈറ്റ് മതി എന്നുള്ള രീതി. പിന്നെ നമ്മളത് ഡാർക്കിൽ നിന്ന് നമ്മൾ ലൈറ്റിലോട്ട് ആക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു വീഡിയോ പിന്നെ ലാസ്റ്റത്തെ വീഡിയോ എന്ന് അറിയാൻ നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം ആദ്യം നമ്മൾ ചെയ്തു വന്നപ്പോൾ നല്ല ഡാർക്കായിരുന്നു, പിന്നെ നമ്മളത് ലൈറ്റിലോട്ട് ആക്കി. അപ്പോൾ നമ്മുടെ എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടെ നിന്നായിരുന്നു. എനിക്കത് പറയണമെന്നുണ്ട്. കാരണം ഒരുപാട് എൻ്റെ ഫ്രണ്ട്സായാലും ഒക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നീ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ ഇത് പോയി പഠിച്ചതാണോ, നിനക്ക് ചെയ്യാനറിയോ, ഇങ്ങനെയൊക്കെ എന്താ പറയുക ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഉള്ളൊരു ആൻസറാണിത്. അതുപോലെ തന്നെ അത് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എനിക്ക് എന്താ അതിനകത്ത് ഒഴിക്കുന്നത്, വെള്ളമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നത്, റെസിനാണോ അതിനകത്ത് ഒഴിക്കുന്നത്, അതിനകത്ത് തന്നെ റെസിൻ എന്താ ഇത്ര റേറ്റ് എന്നൊക്കെ നമ്മളത് കുറേ ചോദിച്ചിട്ടുണ്ട്. നല്ല റേറ്റ് തന്നെയാണ് വരുന്നത്. അതിനകത്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല റെസിൻ വെച്ചിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നതായ പോലും. അപ്പോൾ തന്നെ ഇത് വർഷങ്ങളോളം ഇതിങ്ങനെ തന്നെ പ്രിസർവായിട്ട് ഇരിക്കുക തന്നെ ചെയ്യും.
നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബട്ടർഫ്ലൈ ഫ്രെയിം ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അതേ കണക്ക് തന്നെ ഇതുപോലുള്ള വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടാൽ മതി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഒന്നുകൂടെ പറയുകയാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സിന് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.